വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് ബീയിങ് ഹാപ്പി, ദി ലോസ്റ്റ് ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ്. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. നമ്മൾ എന്നാണ് തീർത്തും ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നത് എന്ന് ഓർമ്മയുണ്ടോ? നോ പ്ലാനിങ്, നോ സ്ക്രോളിങ്, ജസ്റ്റ് ബീയിങ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നു എന്നതാണ്. എന്നാൽ മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി ഈ ബോർഡവും സ്റ്റിൽനെസ്സും അത്യാവശ്യമാണ്. നമ്മുടെ പേരൻസ് ഈ സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുമ്പ് അൺനോയിങ്ലി ഈ വക കാര്യങ്ങൾ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. വരാന്തയിൽ അങ്ങനെ വെറുതെ ഇരിക്കുന്നത്, മഴ കണ്ടുകൊണ്ടിരിക്കുന്നത്, പക്ഷികളെ ശ്രദ്ധിക്കുന്നത്, ഒരു കുറ്റബോധവുമില്ല, തിരക്കുമില്ല. ബോർഡം നമ്മുടെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്യുന്നു. സ്റ്റിൽനെസ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള ക്വയറ്റ് മൊമെന്റ്സിലാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോഴും ബിസി ആകുമ്പോൾ നമ്മുടെ മനസ്സ് നോയ്സി ആകും. നമ്മുടെ വറീസ് വർദ്ധിക്കുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, സമാധാനം അപ്രത്യക്ഷമാകുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് മടിയല്ല, ഇറ്റ്സ് ആക്ച്വലി റെസ്റ്റ് ഫോർ ദ സോൾ. ഇന്നു മുതൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് 5 minutes. ഫോണില്ല, ടി വി ഇല്ല, ലിസ്റ്റ് ഇല്ല, ഒരു കപ്പ് ചായ മാത്രം മതി. ലുക്ക് ഔട്ട്സൈഡ്, ബ്രീത്ത്. യു ആർ നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, യു ആർ കമ്മിങ് ഹോം ടു യുവർ സെൽഫ്. So let's bring back the art of being still. ഞാൻ ഇന്ന് ഒരു ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ജീരകം, ഉഴുന്ന് പരിപ്പിടുക, പിന്നെ തോരൻ പരിപ്പ്. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു, വെളുത്തുള്ളി ഇടുന്നു, പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇടുന്നു. ഉള്ളി ഇട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഈ ഉള്ളി വേകുന്നത് വരെ ഇളക്കി കൊടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ മതി. ഉള്ളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ കവർ ചെയ്ത് വേവിക്കാം. അപ്പോൾ ഏകദേശം 5 മിനിറ്റായി. ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയിലിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്യണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി. ഇനിയിപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതേ സെയിം ആ കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഈ സമയം ഇതിലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വീണ്ടും അടച്ചൊരു 5 മിനിറ്റ്സ് വെച്ചേക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വീണ്ടും വേറൊരു ഡിഷുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ടിൽ ദെൻ ബൈ ബൈ, സീ യു.